ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിക്കുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് ഏകാന്തത എന്ന് പറയുന്നത്. നിനക്ക് ആരുമില്ല, നീ തോറ്റവനാണ്. ഒരു ശവകുടീരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ്. മരിച്ച പോലെ ജീവിക്കാന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അപ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ്. ഈവൻ നിങ്ങൾ 90 വയസ്സ് വരെ ജീവിച്ച ഒരു വ്യക്തിയോട് ലൈഫിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ലൈഫ് ഈസ് വെരി ഷോർട്ട്. നമ്മുടെ ബോധം വന്ന കാലം തൊട്ട് ഈ പറഞ്ഞ വയസ്സ് വരെ ജീവിച്ച കാലഘട്ടം നമുക്ക് ഏകദേശം 1 മണിക്കൂർ കൊണ്ട് മൊത്തം ഓർത്തെടുക്കാവുന്ന കാര്യങ്ങളുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഷോർട്ട് ലൈഫിൽ നമ്മളൊരു ഏകാന്തതയിൽപ്പെട്ട് നമ്മുടെ സന്തോഷം ഫുള്ള് വേറൊരാളിൽ ഏൽപ്പിച്ച് എന്നിട്ട് അയാൾ നമ്മൾ കെയർ ചെയ്യുന്നില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലൈഫ് വേറൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ട് നമ്മുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിയല്ല. നമ്മൾ അതിനകത്ത് തരണം ചെയ്യണം. എങ്ങനെ നമുക്ക് അതിനകത്ത് കരകയറും? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കിങ്ങനെ ഒരു അവസ്ഥയുണ്ട്, ഞാൻ ഒറ്റപ്പെട്ടു പോയി. ആ സാഹചര്യങ്ങളും ആ വ്യക്തികളും അതിനകത്തേക്ക് എത്തിച്ച എന്തു തന്നെയാണെങ്കിലും അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. രണ്ടാമത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ലോലി ഏകാന്തതയുടെ ഈ നിശബ്ദതയിൽ നിന്ന് പുറത്തേക്ക് വിടുക. ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കാൻ നോക്കുക. നിങ്ങൾ റിലീജിയസ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പള്ളിയിലോ അമ്പലത്തിലൊക്കെ പോയിട്ട് 10 ആൾക്കാരെ കണ്ടിട്ട് വരാം. അല്ലെങ്കിൽ നിങ്ങൾ നടക്കാനോ ഓടാനൊക്കെ പോകാം, അല്ലെങ്കിൽ ജിമ്മിൽ പോയി ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് സോഷ്യൽ മിംഗ്ലിങ് വരും. അപ്പോൾ നിങ്ങളുടെ ഒറ്റപ്പെടൽ പയ്യെ കുറഞ്ഞു വരും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഇങ്ങനൊരു അവസ്ഥയിൽ നിന്ന് നമ്മൾ തിരിച്ചു വരുമ്പോൾ ആളുകളായിട്ട് ഓവറായിട്ട് ഇൻട്രാക്ട് ചെയ്യാതിരിക്കുക, ഓവറായിട്ട് ആളുകൾ വിശ്വസിക്കാതിരിക്കുക. ഓൾറെഡി നമ്മൾ വീക്ക് മൈൻഡ് സെറ്റായിട്ടിരിക്കുമ്പോൾ നമ്മളൊരാളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും നമുക്കൊരു ചതി വരാം. ചിലപ്പോൾ വീണ്ടും നമ്മൾ ഈ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. നമ്മൾ ഈ പറയുന്ന എക്സസൈസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് എല്ലാം നമ്മളൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്കൊക്കെ എല്ലാവർക്കും ഓരോ സ്കിൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഓരോ ഹോബീസ് ഉണ്ടാവും. അപ്പോൾ നമുക്കിപ്പോൾ ചിലവർക്ക് നന്നായിട്ട് പാടാനറിയാം, ഡാൻസ് കളിക്കാൻ അറിയായിരിക്കും, വരയ്ക്കാൻ അറിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് കുക്കിംഗ് അല്ലെങ്കിൽ ഗാർഡനിങ്, അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ഒരു ഹോബിയിലേക്ക് നിങ്ങൾ ഇൻവോൾവ് ആവും. അതുമായിട്ട് പയ്യെ മുന്നോട്ട് പോകുക. എന്നാന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് സെറ്റ് അതിനകത്തേക്ക് പോകും. നമ്മൾ ഓവർ തിങ്കിങ് വരില്ല. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ലൈഫിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരിക. പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ തന്നെ ഫ്രണ്ടാവും. അതായത് ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കും. നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുക, ഒറ്റയ്ക്കൊന്ന് സിനിമയ്ക്ക് പോവുക, ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കുക, വായിക്കാൻ പഠിക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ക്യാരക്ടറിനെ നമ്മൾ പതിയെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ മിങ്കിൾ ചെയ്യാൻ പഠിക്കും. എക്സസൈസൊക്കെ ചെയ്ത് നമുക്ക് കോൺഫിഡൻസ് വരും. വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല വിവരം വരും. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ മെട്രിക്സിൽ നിന്ന് നമ്മൾ ഔട്ടാവും. നമ്മൾ പയ്യെ പുറത്തേക്ക് വരും. അങ്ങനെ ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ആയി പോവുകയാണെങ്കിൽ നിങ്ങളൊരു നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കാണുക, സംസാരിക്കുക, അവരോട് കാര്യങ്ങൾ തുറന്നു പറയുക. ആരും ഏകാന്തതയിൽ വിരഹിക്കുന്ന വ്യക്തികളാവരുത്, ഒരു കൂട്ടിന് വേണ്ടി ദാഹിക്കുന്ന വ്യക്തികളാവരുത്. അങ്ങനെ ചെയ്യണം. ലോൺലിനെസ്സിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു.